നമസ്കാരം. ലോകപ്രസിദ്ധരായ യൂഥന്മാരെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ശാസ്ത്രചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഭാശാലികളിൽ ഒരാളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഭൗതികശാസ്ത്ര രംഗത്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കണ്ടുപിടുത്തങ്ങൾ പിൽക്കാലത്തെ പല കണ്ടെത്തലുകൾക്കും ഒരു നിമിത്തമായി മാറിയിട്ടുണ്ട്. 1879 ജർമ്മനിയിലെ ഒരു ജൂത കുടുംബത്തിലാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിച്ചത്. ഹൈസ്കൂൾ പഠനം സ്വിറ്റ്സർലൻഡിലായിരുന്നു. പഠനത്തിന് ശേഷം ഒരു ഗുമസ്തപ്പണി അദ്ദേഹം വ്യാപൃതനായി. 1905 അദ്ദേഹം ആവിഷ്കരിച്ച സവിശേഷ ആപേക്ഷികതാ സിദ്ധാന്തം പിന്നീട് പല കണ്ടുപിടുത്തങ്ങൾക്കും വഴിയൊരുക്കുകയുണ്ടായി. ലോകചരിത്രത്തെ തന്നെ അത് മാറ്റിമറിച്ചു. അദ്ദേഹം ഒരു സൂത്രവാക്യം നിർമ്മിച്ചു, E=mc². പിൽക്കാലത്ത് അണുശക്തിയുടെ കണ്ടെത്തലിന് ഈ സമവാക്യം ഏറെ പ്രയോജനം ചെയ്തു. പിൽക്കാലത്ത് ആറ്റം ബോംബിൻ്റെ നിർമ്മാണത്തിനും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഈ സമവാക്യം വഴിതെളിച്ചു. 1921 ഐൻസ്റ്റീന് നോബൽ പുരസ്കാരം ലഭിച്ചു. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന കണ്ടുപിടുത്തത്തിനായിരുന്നു സമ്മാനം. യഹൂദനായ ഐൻസ്റ്റീൻ്റെ വളർച്ച ഹിറ്റ്ലർക്ക് അസഹ്യമായിരുന്നു. അതുകൊണ്ട് 1933 ആൽബർട്ട് ഐൻസ്റ്റീൻ ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലേക്ക് താമസം മാറ്റി. യഹൂദർക്കായി ഒരു സ്വതന്ത്ര രാജ്യം ഉണ്ടാക്കണമെന്ന ഈ പ്രതിഭാശാലി ഏറെ ആഗ്രഹിച്ചിരുന്നു. 1955 ആൽബർട്ട് ഐൻസ്റ്റീൻ അന്തരിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ ലോകപ്രശസ്തനായ മറ്റൊരു യഹൂദനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് യഹൂദനായിരുന്നു. മനുഷ്യ മനസ്സിനെ പറ്റിയുള്ള ഫ്രോയിഡിൻ്റെ കണ്ടെത്തലുകൾ മനഃശാസ്ത്ര രംഗത്ത് ഏറെ നേട്ടങ്ങൾക്ക് വഴിതെളിച്ചു. 1856 അന്നത്തെ ഓസ്ട്രിയ എന്ന രാജ്യത്തിലെ ഫ്രൈബർഗ് എന്ന സ്ഥലത്താണ് ഫ്രോയിഡ് ജനിച്ചത്. ഫ്രോയിഡിൻ്റെ 4 വയസ്സുള്ളപ്പോൾ കുടുംബം വിയറ്റ്നയിലേക്ക് താമസം മാറ്റി. മിടുമിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു ഫ്രോയിഡ്. 1881 വിയന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിൽ അദ്ദേഹം ബിരുദം നേടി. പിന്നീട് മനഃശാസ്ത്രത്തിലായി ഫ്രോയിഡിൻ്റെ ശ്രദ്ധ. 1895 ഹിസ്റ്റീരിയയെക്കുറിച്ചുള്ള പഠനങ്ങൾ എന്ന